ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിലേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും സന്തോഷമേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. 2025 പുതിയ വർഷത്തിൻ്റെ 3-ാമത്തെ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ മാർച്ച് മാസത്തിലെ ആദ്യ ഞായറാഴ്ച കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ കൃപകളെ മുറുകെ പിടിക്കുവാനും അനുഭവിക്കുവാനും സ്വായത്തമാക്കുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. യേശു നമ്മോട് കൂടെയുണ്ട്. ആമേൻ. കർത്താവ് നമ്മെ ഒരു നാളും മറന്നു കളയുകയില്ല. കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യർ നമ്മുടെ മുഖത്തെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു കർത്താവുണ്ടല്ലോ. ആ കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഒരു നാൾ തള്ളിക്കളയുകയില്ല. ആ കർത്താവിൽ നമുക്ക് ചേർന്ന് ജീവിക്കാൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ള വിശ്വാസം, പ്രത്യാശ, ക്രിസ്തുവിലുള്ള ആശ്രയം പ്രിയമുള്ളവരെ ഒരു നാളും നാം വിട്ടുകളയരുത്. മുറുകെ പിടിച്ചു കൊള്ളുക. അവസാനത്തോളം വരെ സഹിച്ച് നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. അവർക്ക് വിടുതലുണ്ട്. നാം ഏത് തരത്തിലുള്ള കഷ്ടങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ള പ്രയാസങ്ങളുടെ കടന്നു പോകട്ടെ, പിടിച്ചു നിൽക്കുക, സഹിച്ചു നിൽക്കുക. വിശ്വാസത്തോടെ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, അവസ്ഥകൾക്ക് മാറ്റം തരും. പ്രിയമുള്ളവരെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പ്രിയമുള്ളവരെ, പലതും ശൂന്യമായ അനുഭവത്തിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും. അപ്രകാരം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മാസം അത്ഭുതങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ മാസമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, അനുഗ്രഹത്തിൻ്റെ ഉറവിടമേ, അങ്ങിൽ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. പിതാവേ, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തിയല്ലോ, സഹായിച്ചല്ലോ നാഥ. ഒന്നുമില്ലായ്മയിലൊക്കെ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. സംഘർഷഭരിതമായ ഈ ലോകജീവിത യാത്രയിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആശ്വാസം, മനോധൈര്യം, പ്രതീക്ഷകൾ, പ്രത്യാശകൾ, ദൈവ അനുഭവങ്ങൾക്കായി അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു പിതാവ്. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവ്, ഞങ്ങളെ ശക്തീകരിക്കുന്ന കർത്താവ്, ജീവിത പന്ഥാവുകളിൽ കർത്താവിനെ ഏറെ സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നാഥ തിരുവുള്ളമുണ്ടായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ അവിടെ ഞങ്ങൾ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ മാസത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നന്ദി പിതാവ്. ഈ മാസത്ത് ഞങ്ങൾക്ക് ആവശ്യമായ തിരുവചനം കർത്താവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങൾ ബലപ്പെടുത്തുന്ന, വിശ്വാസ ജീവിതത്തിൽ ഒരു പടി കൂടെ കർത്താവ് ആമേൻ മുകളിൽ കർത്താവെ പ്രവേശിക്കുന്ന അനുഭവത്തിൽ ദൈവം ഇന്നത്തെ വചനധ്യാനം ഞങ്ങൾ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ നിഴലായി ഞങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ. യേശു രക്ഷിതാവിൻ്റെ മഹോന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനത്തിൻ്റെ ഒടുവിൽ ചോദ്യം ചോദിക്കുകയുണ്ടായി. അബ്രഹാമിന് വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ സഹായകമായി തീർന്നത് എന്താണ് എന്നുള്ളത്. അതിൻ്റെ ഉത്തരം ഇതാണ്: ദൈവീക വാഗ്ദത്തങ്ങൾ, ദ പ്രോമിസ് ഓഫ് ഗാഡ്. അതാണ് അബ്രഹാമിനെ ഓരോ നിമിഷവും ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാനൊക്കെ സഹായകമായി തീർന്നത്. കമൻറ്റ് ബോക്സിൽ എല്ലാവരും ശരി ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. വചനം ശ്രദ്ധയോടെ കേൾക്കാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹീതമായാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവരും ധന്യരാകട്ടെ, കർത്താവിനോട് അടുക്കട്ടെ. നമ്മിലൂടെ ആ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിലാണല്ലോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ തട്ടിലേക്ക്, നിലയിലേക്ക്, ആ സ്റ്റേജിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം എപ്പോഴെങ്കിലും അതിലേക്കായി പരിശ്രമിച്ചിട്ടുണ്ടോ? വിശ്വാസ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്,
ചോദ്യം, വിശ്വാസ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചാൽ നാം അത് പ്രയോജനപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസരം നമ്മുടെ മുന്നിൽ വന്നു നിന്നാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും, നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ വിശദമാക്കാം. വിശ്വാസ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, അത് ഇപ്രകാരം ഞാൻ വിശദീകരിച്ച് നൽകുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇരിക്കുന്ന വീട്ടിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഇരുന്ന വീട്ടിൽ ആ ഇരുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ ചുറ്റുപാടും നോക്കിക്കാണുകയാണ്, ചുറ്റുപാട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പുറകിലോട്ടും ഒക്കെ ഞാൻ നോക്കുന്നു. പക്ഷേ ഞാൻ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇത് ഒന്നാമത്തെ സ്റ്റേജാണ്. ഇനി 2, ഈ ശബ്ദം എന്തെന്ന് കേൾക്കുവാൻ ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. വീട്ടിന് പുറത്തേക്ക് വന്ന്, ചിലപ്പോൾ കോമ്പൗണ്ടിന് പുറത്ത് വന്ന് ഞാൻ ചുറ്റുപാടുകളെ വീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു. വിശ്വാസ ജീവിതത്തിന്റെ 2 തലങ്ങൾ എന്ന് പറയുന്ന ഇതാണ്. ഒന്നാമത്തെ സ്റ്റേജ്, നാം ഇരിക്കുന്ന അവസ്ഥ ഇരുന്നു കൊണ്ട് എന്താണ്, ഒരു പരിമിതിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ചുറ്റുപാടുകളിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ്. അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അതിനായി ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ തല ഉയർത്തി നോക്കുക എന്നതാണ്. തല ഉയർത്തി നോക്കുക, തല ഉയർത്തി നോക്കിക്കാണുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകളെ ഉയരങ്ങളിലേക്ക് ഉയർത്തുക. നമുക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥനാ ജീവിതമുണ്ട്, ആരാധന ജീവിതം ഉണ്ട്, അതിലൊരു സംശയമില്ല. പക്ഷേ ഇതിനപ്പുറത്തൊരു വേൾഡ്, അപ്പുറത്തൊരു ലോകമുണ്ട്. അതെ, വിശ്വാസത്തിന്റെ രണ്ടാമത്തെ നില, അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു ശരാശരി വിശ്വാസിയുടെ ജീവിതത്തിൽ ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസ ജീവിതത്തിന്റെ ഓരോ തട്ടുകളുണ്ട്. യഥാർത്ഥ ഒരു ദൈവ പൈതൽ ഓരോ നിമിഷവും, ഓരോ ദിവസവും ഓരോ തട്ടുകളിൽ പ്രവേശിച്ച്, ഓരോ നിലകളിൽ പ്രവേശിച്ച് വിശ്വാസ ജീവിതത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും എന്നതാണ്. അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസ ജീവിതം. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കുറെ പാരമ്പര്യങ്ങളിലും കുറെ സെറ്റിങ്സിലുമൊക്കെ അന്ധമായി വിശ്വസിച്ച് അതിൽ മുഴുകി കടക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനും അപ്പുറത്ത് അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുക. അത് ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു അനുഭവമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സങ്കീർത്തനക്കാരൻ 121 ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, എൻ്റെ മുന്നിലേക്കല്ല, വശങ്ങളിലേക്കല്ല, എൻ്റെ പുറകിലോട്ടല്ല, ഞാൻ എൻ്റെ കണ്ണ് അങ്ങ് ഉയരങ്ങളിൽ പർവ്വതങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു എന്നത് മറന്നു പോകരുതേ. തല ഉയർത്തി ഒന്ന് നോക്കിക്കാണുക. അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതായനങ്ങൾ തുറന്ന് നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. തല ഉയർത്തി നോക്കുന്ന വ്യക്തിക്ക് മാത്രമേ നിങ്ങൾക്കായി വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുകയുള്ളൂ. ഇത് വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. ഇതിൽ ദൈവാശ്രയമുണ്ട്, ദൈവവിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്, ഏകാഗ്രതയുണ്ട്. എൻ്റെ ലക്ഷ്യം പർവ്വതം മാത്രം എന്ന തീരുമാനം. മറ്റൊന്നും എനിക്ക് പര്യാപ്തമല്ല. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ വിശ്വാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ നിലയിലേക്ക്, അതായത് എൻ്റെ ലക്ഷ്യം എന്നത്, മൈ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ ഉയരങ്ങളാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? നിത്യമായ ആ ഒരു അനുഭവം, നിത്യമായ പാറയായ ദൈവത്തിൻ്റെ അടുക്കലോളം ചെന്നെത്തുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവമാണ്. അതിൽ പ്രവേശിക്കുവാനാണ് ഇന്നത്തെ ധ്യാനം നമ്മെ പ്രചോദിതരാക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, തല ഉയർത്തി നോക്കിക്കാണുക, തല ഉയർത്തി നോക്കിക്കാണുക. വേദപുസ്തകത്തിൽ
തല ഉയർത്തി നോക്കിക്കണ്ട സന്ദർഭങ്ങളെ വളരെ വ്യക്തമായും വിശദമായും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അതായത്, തല ഉയർത്തി നോക്കി തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തി വലഞ്ഞു പോയവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ തല ഉയർത്തി നോക്കി ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തി അനുഗ്രഹിക്കപ്പെട്ടവരും ഉണ്ട് എന്ന വസ്തുത മറന്നു പോകരുത്. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസ ജീവിതത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ പ്രവേശിക്കുമ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഈ ഒന്നാം ഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുവാൻ പരിശീലിച്ച് തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തി വലഞ്ഞു പോയവർ ഉണ്ട്. അഭക്തന്മാരായി തീർന്ന വിശ്വാസികൾ, അവിശ്വാസികളായ വിശ്വാസികൾ ഉണ്ട്. ഇതുപോലെ രണ്ടാം ഘട്ടത്തിൽ പ്രവേശിക്കുമ്പോഴും നമുക്ക് തിരഞ്ഞെടുപ്പുണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് വെച്ചിട്ടുണ്ട്. നാമാണ് തിരഞ്ഞെടുക്കുന്നത്. നാം എന്ത് ചൂസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്മയാണോ തിന്മയാണോ എന്നുള്ളത്. അങ്ങനെയുള്ള ചില വ്യക്തി ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ തല ഉയർത്തി നോക്കി പിൻവാങ്ങിപ്പോയ, വഴുതിപ്പോയ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് ഇവർക്കും അറിയാം. ഒരു വലിയ പ്രതിസന്ധി. വിശ്വാസത്തോടുള്ള അബ്രഹാം ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുമ്പോൾ ലോത്തും അവനോട് കൂടെ ഉള്ളവരും ആടുമാടുകളുടെ ഇടയന്മാരൊക്കെ ചേർന്ന് യാത്രയാവുകയാണ്. യാത്രാമധ്യേ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതായത്, അബ്രഹാമിന്റെ ആടുകളുടെ ഇടയന്മാരും ലോത്തിന്റെ ആടുകളുടെ ഇടയന്മാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുകയാണ്. ഈ സംഘർഷത്തിന്റെ നടുവിൽ ഇത് പരിഹരിക്കുവാനായിട്ട് അബ്രഹാം ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. പരിഹാരം ഇപ്രകാരമാണ്. ലോത്തിനെ വിളിച്ച് പറയുകയാണ്: ലോത്തെ, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ചോയ്സ് അവന്റെ മുൻപിൽ നൽകപ്പെടുകയാണ്. ബൈബിൾ പറയുന്നു, അബ്രഹാം പറഞ്ഞപ്പോൾ തന്നെ ലോത്ത് തല ഉയർത്തി നോക്കുകയാണ്. ലോത്ത് തല ഉയർത്തി നോക്കി. പ്രിയമുള്ളവരെ, ഇവിടെ മനസ്സിലാക്കണേ, അബ്രഹാമിനോടൊപ്പം ഇതുവരെ സഞ്ചരിച്ചത്, ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് വരെ സഞ്ചരിച്ചത് വിശ്വാസ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഘട്ടം, യാത്രാമധ്യയുള്ള വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ തല ഉയർത്തി നോക്കി ഒരു തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. കാരണം തല ഉയർത്തി നോക്കിയപ്പോൾ തന്നെ ആകർഷിപ്പിച്ചത് നീരോട്ടമുള്ള ഒരു സ്ഥലമാണ്. നീരോട്ടമുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തെ ലോത്ത് തിരഞ്ഞെടുക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ലോത്തിനെ വലഞ്ഞുപോയ നീതിമാനാക്കി തീർക്കുകയാണ്. വലഞ്ഞുപോയ നീതിമാൻ. യെസ് പ്രിയമുള്ളവരെ, ലോത്ത് വലഞ്ഞുപോയ നീതിമാനായി മാറ്റപ്പെടുകയാണ്. എന്തായിരിക്കും ലോത്തിന് സംഭവിച്ചത്? എന്തായിരിക്കും? ലോത്തിന് കാഴ്ചയുണ്ടായിരുന്നു, പക്ഷേ ലോത്തിന് കാഴ്ചപ്പാട് ഇല്ലായിരുന്നു. ലോത്തിന് കാഴ്ചയുണ്ടായിരുന്നു, പക്ഷേ കാഴ്ചപ്പാട് ഇല്ലായിരുന്നു. ഇന്നും നമ്മിൽ പലരുമൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ രണ്ടാം സ്റ്റേജിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ദാഹിക്കുന്നവരാണ്. പക്ഷേ എങ്ങനെയോ ഏതിലെയൊക്കെ നാം തെറ്റായ തിരഞ്ഞെടുപ്പെടുത്ത് നാം വീണു പോകുന്ന ഒരു ചിത്രമല്ലേ നോക്കിക്കാണുവാൻ കഴിയുന്നത്. കാരണം നമ്മിൽ കാഴ്ചയുണ്ട്, പക്ഷേ കാഴ്ചപ്പാടുകൾ ഇല്ലാതെ പോകുന്നു. ചിലരെയൊക്കെ കണ്ട് നാം ഇപ്രകാരം ചോദിച്ചിട്ടില്ലേ, ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ഇവർക്കിതെന്ത് പറ്റി? ഇത് നോക്കി കാണുന്നില്ല. ഇവർ എവിടെ ആയിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നില്ല?
ഇവർ ആരുടെ മധ്യ ആയിരിക്കുന്നു, ഇവർ എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു എന്നത് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല? കാരണം അവർക്ക് കാഴ്ചയുണ്ട്, കാഴ്ചപ്പാടില്ല. പ്രിയമുള്ളവർ, കാഴ്ചപ്പാടുണ്ടാകണം. വിശ്വാസ ജീവിതം ശരിയായ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് നമ്മിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ശരിയായ ഡെസ്റ്റിനേഷൻ, ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ട് ആ സ്ഥാനത്ത് എത്തുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ലോത്ത് ഇവിടെ പരാജയപ്പെടുകയാണ്. തല ഉയർത്തി നോക്കി തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അവസാനം ഒരു വലിയ അപകടത്തിലേക്ക് അവൻ്റെ ജീവിതം ചെന്നെത്തുന്നത് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ്. അതിനൊരു റിയാലിറ്റി ഉണ്ട്. ക്രിസ്തീയ ജീവിതം എന്നത് അത് അന്ധമായ ഒന്നല്ല. അതിലൊരു റിയാലിറ്റി ഉണ്ട്, അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. അത് നോക്കിക്കാണുവാൻ നമുക്ക് കഴിയണം. വൈ ഐ ആം എ ക്രിസ്ത്യൻ, ഞാൻ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നു, അതിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ ലോകത്തേക്ക് നോക്കിക്കണ്ട് ആ പരിമിതികൾക്കുള്ളിൽ ജീവിച്ചുകൊണ്ട് ഇത് മതി എന്ന ചിന്തയല്ല, അതിനപ്പുറത്ത് ഒരു പെർസ്പെക്റ്റീവ് നമ്മിൽ ഉണ്ടാകണം, ഒരു കാഴ്ചപ്പാട്. അതിൽ നമുക്ക് ഉറപ്പുണ്ടാകണം, നിശ്ചയമുണ്ടാകണം, കോൺഫിഡൻസ് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ലോത്ത് വിശ്വാസ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തി വലഞ്ഞുപോയ നീതിമാനായി മാറുകയാണ്. രണ്ടാമത്തെ ചിന്ത, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഇവിടെ വിശ്വാസത്തോടെ തല ഉയർത്തി നോക്കിയ ഒരു ജീവിതത്തെ കാണുവാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതം, അവിടെയും തല ഉയർത്തി നോക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അവിടെ കാണുവാൻ സാധിക്കുന്നത് നമുക്കറിയാം. ഇവിടെ നീരോട്ടമുള്ള സ്ഥലം ഓൾറെഡി ആര് തിരഞ്ഞെടുത്തിരിക്കുകയാണ്? ലോത്ത് തിരഞ്ഞെടുത്തു. ഇനി മുൻപിൽ ചുറ്റിലും ഒന്നുമില്ല, വിശാലമായും ശൂന്യമായും കിടക്കുന്ന ദേശം മാത്രമേ ഉള്ളൂ. ഇനി ഒന്നുമില്ല. ആകെക്കൂടെ നീരോട്ടമുള്ള ഒരു സ്ഥലത്തെ ലോത്ത് കൊണ്ടുപോയി. ഇനി ഒന്നുമില്ല, ശൂന്യമായിരിക്കുന്ന ഒരു അനുഭവമാണ്, എംപ്റ്റിനെസ്. ദൈവം പറഞ്ഞു, അബ്രാമേ, നീ തല ഉയർത്തി നിനക്ക് ചുറ്റും നീ നോക്കുക. അബ്രാമിന് അറിയാം എന്താണ് അവിടെ ഒന്നുമില്ല. ദൈവം പറഞ്ഞ സ്ഥലത്ത് തല ഉയർത്തി നോക്കിയാൽ അവിടെ ഒന്നുമില്ല, ശൂന്യമാണെന്ന് അബ്രഹാമിന് അറിയാം. എന്നിട്ടും ആ ശൂന്യതയിലേക്ക് ദൈവം പറഞ്ഞത് കൊണ്ട് വിശ്വാസത്തോടെ തല ഉയർത്തി നോക്കുന്ന അബ്രഹാം. പ്രിയമുള്ളവരെ, ശൂന്യതയിൽ വിശ്വാസത്തോടെ നോക്കിക്കാണുവാൻ കഴിയുന്നതാകണം നമ്മുടെ ജീവിതം. അതാണ് വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ലോകത്തെ ജയിച്ച ജയമോ നിന്റെ വിശ്വാസം തന്നെ. ചിലപ്പോഴൊക്കെ നാം ഈ രണ്ടാമത്തെ തട്ടിലേക്ക് പ്രവേശിക്കാറുണ്ട്, അല്ലെ? ആ സമയത്ത് മറ്റുള്ളവർ നമ്മെ കളിയാക്കാറുണ്ട്. കാരണം നാം ഇപ്രായം ഇല്ല, എനിക്ക് ദൈവം തരും. കൂട്ടുകാരൻ പറയുകയാണ്, നിന്റെ മുൻപിൽ ഒന്നുമില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം, ഞാനൊരു കാര്യം നീ ഇപ്രകാരം ചെയ്. ഇല്ല, എൻ്റെ ദൈവം എനിക്ക് അവിടെ തരും. ഈ ഇരുട്ടിന്റെ മധ്യ, അന്ധകാരത്തിന് നടുവിൽ, ശൂന്യതയുടെ നടുവിൽ ദൈവം എനിക്കൊരു നന്മ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാമത്തെ സ്റ്റേജാണ്. ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല. അവർ പറയും, എന്താണ് ജീവിതത്തിൽ ജീവിക്കുവാൻ മറന്നുപോയവൾ, ജീവിക്കുവാൻ മറന്നുപോയവൻ. ഒരിക്കലും അല്ല പ്രിയമുള്ളവരെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തല ഉയർത്തി നോക്കുക, വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നീ നോക്കുക. വിശ്വാസത്തോടെ അബ്രഹാം തല ഉയർത്തി നോക്കുകയാണ്. പ്രിയരെ, വിശ്വാസത്തോടെ നോക്കിക്കാണുവാൻ നമുക്ക് കഴിയണം. വിശ്വാസത്തോടെ നോക്കിക്കാണുവാൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നമ്മോട് പറയുന്ന വാക്കുകളാണ്. ദൈവത്തിൻ്റെ സംസാരം എന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. അത് നാം വിശ്വാസത്തോടെ നോക്കിക്കാണുവാൻ ഒരു ദൈവവേദനാകണം. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ആമേൻ.
പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള സ്ഥലത്തെത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ഭൗതികമായ നന്മകളൊക്കെ ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മെ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ദൈവമാണ്. ഒന്നിനും മുട്ടുവരാതെ അത് സമയത്ത് ദൈവം നൽകും. പക്ഷേ അങ്ങനെ വാങ്ങി അനുഭവിക്കുന്നതല്ല ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറന്നു പോകരുത്, ഒരു ശരാശരി ജീവിതമല്ല. ആ ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടെ ഡെപ്തിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് ഒന്ന് കയറി വന്നേ. അതിനായി നിങ്ങൾ തല ഉയർത്തി നോക്കുക. അബ്രഹാം നോക്കി, ചുറ്റും ശൂന്യതയാണ്, എംപ്റ്റിനെസ് ആണ്. പക്ഷേ വിശ്വസിച്ചു പ്രിയ, വിശ്വാസത്തോടെ നോക്കുവാൻ കഴിഞ്ഞു. ശൂന്യതകളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളുടെ നടുവിൽ വിശ്വാസത്തോടെ നോക്കിക്കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ യു ക്യാൻ സീ മിറക്കിൾസ് ഫ്രം ഗാഡ്. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും എന്നതാണ്. മൂന്നാമത്തെ ചിന്ത, ഉൽപ്പത്തി പുസ്തകം 18:2 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുന്നിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തെ തല ഉയർത്തി നോക്കിക്കാണും. മുന്നിലേക്ക് വരുന്ന അനുഗ്രഹത്തെ തല ഉയർത്തി നോക്കിക്കാണും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അബ്രഹാം തല പൊക്കി നോക്കിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ അനുഗ്രഹത്തെ കാണുവാൻ സാധിക്കുന്ന 3 ദൈവപുരുഷന്മാർ തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കാണുവാൻ കഴിഞ്ഞത്. വ്യക്തമായി തല പൊക്കി നോക്കിയപ്പോൾ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും എന്താണ്? കിടക്കയിലാണ്. തല പൊക്കി നോക്കുവാൻ കഴിയുന്നില്ല. തലയ്ക്കൊരു വലിയ ഭാരം, ശരീരത്തിന് ഭാരം, ലൗകിക ചിന്തകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. തലപൊക്കി നോക്കുവാൻ കഴിയുന്നില്ല. ചുറ്റുപാടുകളുടെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. തലയ്ക്കുള്ളിലും മനസ്സിനുള്ളിലും മനസാക്ഷിക്കുള്ളിലുമൊക്കെ ലൗകിക ചിന്തകൾ കൊണ്ട്, ജീവിത ഭാരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നത് കൊണ്ട് തലപൊക്കി നോക്കുവാൻ കാണുന്നില്ല. സുഖമില്ലാതിരിക്കുമ്പോൾ ചിലർ ഇപ്രകാരം പറയാറുണ്ട്, തല ഉയർത്തുവാൻ കഴിയുന്നില്ല, തല ഒന്ന് ഉയർത്തുവാൻ, ഒന്ന് നേരെ ഇരിക്കുവാൻ കഴിയുന്നില്ല. കാരണം രോഗിയായി തീർന്നിരിക്കുകയാണ്. ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യമായ അവയവങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്. അതിനൊക്കെ ഒരു വലിയ ഭാരമാണ്. അതിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുകയാണ്. ശക്തി ക്ഷയിച്ച വിശ്വാസ ജീവിതം, ശക്തി ക്ഷയിച്ചു പോയ വിശ്വാസികൾ ഈ കാലഘട്ടത്തിന്റെ ഒരു ശാപമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ പ്രിയമുള്ളവരെ? ക്രിസ്തു വിരോധികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിശ്വാസികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹം. പ്രിയമുള്ളവരെ, ശക്തി ക്ഷയിച്ചു പോയ വിശ്വാസ സമൂഹം. ദൈവം പറയുകയാണ്, നിന്റെ തല പൊക്കി നീ നോക്കുക, നിനക്ക് എന്തെങ്കിലുമൊക്കെ കാണുവാൻ സാധിക്കും. ദൈവം പറയുന്നത് വെറുതെ ആയിരിക്കത്തില്ല. ഇത് നാം മനസ്സിലാക്കണം. നമ്മുടെ തല പൊക്കി നോക്കുവാൻ പറയുന്നത് വെറുതെ ആയിരിക്കത്തില്ല. ചില സമയം നാം ഈ ശബ്ദം കേൾക്കാറുണ്ട്. തലപൊക്കി നോക്കുവാൻ പറയുന്ന ശബ്ദം കേൾക്കാറുണ്ട്. പെട്ടെന്ന് നമുക്ക് താല്പര്യമുണ്ടെന്ന് തലപൊക്കി ഉയർത്തി നോക്കണമെന്ന്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ മനസ്സ് പറയും, നോ, എന്താവശ്യത്തിന്? അവിടെ ഒന്നുമില്ലല്ലോ കർത്താവേ, അവിടെ ഒന്നുമില്ല. എന്തിനാണ് ഞാൻ അവിടെ വെറുതെ എൻ്റെ സമയം മെനക്കെടുന്നത്? ഞാനിവിടെ വളരെ പീസ്ഫുള്ളായി ഞാൻ ഇവിടെ കിടക്കുകയാണ്. എൻ്റെ ശാരീരികമായ വിഷമതകൾ, പ്രയാസം കൊണ്ട് ഞാനിവിടെ കിടക്കുകയാണ്. പക്ഷെ എൻ്റെ തല ഉയർത്തി നോക്കിയാലും അവിടെ ഒന്നുമില്ലല്ലോ. എൻ്റെ ധാരണ, പ്രഡിക്ഷൻ, മുൻധാരണകൾ ഞാൻ നോക്കിക്കണ്ടാലും ഒരു പ്രയോജനവും ഇല്ലല്ലോ. ഈ ധാരണ വീണ്ടും കിടക്കുന്ന അനുഭവമാണ് അല്ലെ? കിടക്കയിലായിരിക്കുന്ന വിശ്വാസികൾ, കിടരോഗികളായിരിക്കുന്ന വിശ്വാസികൾ. ദൈവം പറയുന്നു, നിനക്ക് വിശ്വാസ ജീവിതത്തിന്റെ 2ാമത്തെ ചുവടിലേക്ക് പ്രവേശിക്കണമോ, 2ാമത്തെ പടിയിലേക്ക്, 2ാമത്തെ സ്റ്റേജിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിന്റെ തല പൊക്കി നീ നോക്കിക്കാണുക, തല ഉയർത്തി നോക്കിക്കാണുക. ഇവിടെ അബ്രഹാമിനും സാറയ്ക്കും ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മക്കളില്ല, ദീർഘനാളുകൾ കൊണ്ട് അവർക്ക് മക്കളില്ല, കുഞ്ഞുങ്ങളില്ല. ദൈവത്തെ മാത്രം വിശ്വസിച്ച്, ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതികളാണ് അബ്രഹാമും സാറയും. പ്രിയരെ,
യാത്രാമധ്യേ തങ്ങളെ തേടി വരുന്ന ഒരു വലിയ അനുഗ്രഹത്തെ ഇവിടെ ഇതാ അബ്രഹാം നോക്കിക്കാണുകയാണ്. നോക്കണേ, അബ്രഹാം തല ഉയർത്തി നോക്കിക്കണ്ടു. ഈ നോക്കിക്കണ്ടപ്പോൾ 3 പുരുഷന്മാർ വരികയാണ്, ദൈവപുരുഷന്മാർ വരികയാണ്. യെസ്, ദൈവം തന്നെ തേടി തൻ്റെ കൂടാരത്തിനുള്ളിൽ വരികയാണ്. അബ്രഹാം തല ഉയർത്തി നോക്കിക്കണ്ടു. തന്നെ തേടി വരുന്ന അനുഗ്രഹം, തന്നെ തേടി വരുന്ന ദൈവത്തെ നോക്കിക്കാണുകയാണ്. നോക്കിക്കണ്ട മാത്രയിൽ തന്നെ ബൈബിൾ പറയുന്നു, അബ്രഹാം നിലം വരെ കുനിഞ്ഞു എന്ന്. നിലം വരെ കുനിഞ്ഞു എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണമേ, സാഷ്ടാംഗം വീണു എന്നുള്ളതാണ്. തന്നെ തേടി വരുന്ന അനുഗ്രഹത്തിൻ്റെ മുൻപിൽ താൻ സാഷ്ടാംഗം, തൻ്റെ തല നിലത്തിൽ തൊടുമാറ് കുനിഞ്ഞു എന്നതാണ്. കുനിഞ്ഞു ആ അനുഗ്രഹത്തെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ്. ആരാധന മനോഭാവത്തോടെ തന്നെ തേടി വരുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കുകയാണ്. ദൈവ അനുഗ്രഹങ്ങൾ ഒരു ദൈവ പൈതൽ സ്വീകരിക്കേണ്ടുന്നത് ആരാധന മനോഭാവത്തോടു കൂടെ ആയിരിക്കണം എന്നത് മറക്കരുത്. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, എന്ത് തന്നെ എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നേരിടട്ടെ, പക്ഷേ ഒന്നോർക്കുക, നിങ്ങളെ തേടി ഒരു അനുഗ്രഹം വരുന്നുണ്ട്. തല ഉയർത്തി നോക്കിക്കാണണം. വിശ്വാസ ജീവിതത്തിൻ്റെ 2ാമത്തെ ചുവടിലേക്ക് പ്രവേശിക്കണം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ശരിയായ തിരഞ്ഞെടുപ്പ് ആയിരിക്കണം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ശരിയായ തിരഞ്ഞെടുപ്പായിരിക്കണം. വലഞ്ഞു പോകുവാൻ ഒരിക്കലും ഇടവരരുത്. പ്രിയരെ, നാം തലപൊക്കി നോക്കുമ്പോൾ, വിശ്വാസത്തിന്റെ 2ാമത്തെ നിലയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ നാം പതറിപ്പോകരുത്, വീണു പോകരുത്, സാത്താന്റെ കെണികളിൽ നാം കുടുങ്ങിപ്പോകരുത്. വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം, കരുതലോടുകൂടെ ആയിരിക്കണം. അതിന് നമുക്ക് സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നല്ലത് തിരഞ്ഞെടുക്കുവാൻ, ദൈവഹിതമായത് ചൂസ് ചെയ്യുവാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു. ഒപ്പം അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് ദ ഹോളി ബൈബിൾ, വിശുദ്ധ വേദപുസ്തകമാകുന്നു നമ്മെ അതിന് സഹായിക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു സാധാരണ ഒരു നോമിനൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുക. അതിനായി തല ഉയർത്തി നോക്കിക്കണ്ട് ശരിയായ തിരഞ്ഞെടുപ്പെടുത്ത് നമുക്കതിലേക്ക് സഞ്ചരിക്കാൻ. പ്രിയമുള്ളവരെ, നിങ്ങളെ തേടി ഒരു അനുഗ്രഹം വരുന്നുണ്ട്, നിങ്ങളെ തേടി ഒരു നന്മ വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിന് നിങ്ങൾ ചെയ്യേണ്ട തല ഉയർത്തി നോക്കിക്കാണുക, ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തുക. നിങ്ങൾക്കായി ഒരു അനുഗ്രഹം വരുന്നുണ്ട്. നിങ്ങൾ തല ഉയർത്തി നോക്കുമ്പോൾ, നോക്കുവാൻ പറയുമ്പോൾ ചുറ്റും അന്ധകാരമാകാം, ചുറ്റും ശൂന്യമായ അനുഭവം, വരണ്ടുപോയ മരുഭൂമിയുടെ അനുഭവമാകാം. ഭാരപ്പെടേണ്ട, ദൈവം പറഞ്ഞതല്ലേ, വിശ്വാസത്തോടെ നോക്കിക്കാണുക. ഒരു ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് നിങ്ങളെ തേടി, ഒരു അനുഗ്രഹം വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് ഇറ്റേണൽ ബ്ലെസ്സിങ്സ് ആണ്, നിത്യമായ അനുഗ്രഹമാണ്, നിത്യമായ ഒരു ജീവിതമാണ്. അത് നിത്യമായ ഇറ്റേണൽ ബ്ലെസ്സിങ്സ് മാത്രമല്ല, അത് ഇറ്റേണൽ ലൈഫ് കൂടെയാണ്, നിത്യമായ ജീവിതം കൂടെയാണ്. കർത്താവിനോടൊപ്പം സഞ്ചരിച്ച്, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് ആ നന്മ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം പ്രത്യക്ഷനായ വിധത്തിൽ എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു? മമ്രയുടെ തോപ്പിൽ ദൈവം പ്രത്യക്ഷനായ വിധത്തിൽ എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വാസ ജീവിതത്തിൻ്റെ 2ാമത്തെ നിലയിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹം എത്ര വലിയത്, എത്ര ഉന്നതമായത്. ഈ കാലഘട്ടത്തിലും നാഥ, വിശ്വാസ ജീവിതത്തിൻ്റെ നാഥ, അടിത്തട്ടിൽ കിടക്കുന്നവരായിട്ടല്ല, മയക്കം പിടിച്ച അനുഭവത്തിലല്ല, അതിൽ നിന്നും ഉണർന്ന് തല ഉയർത്തി നോക്കി, ദൈവമേ സ്തോത്രം, അങ്ങ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് തന്നെ യാത്ര തുടരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഊക്ഷര മരുഭൂമിയുടെ അനുഭവത്തിലാകാം, പക്ഷേ അവിടെ ദൈവം ഞങ്ങൾക്ക് നന്മ ഒരുക്കുന്നുണ്ട്. ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങളെ തേടി വരുന്നുണ്ട്. അത് കാണുമ്പോൾ
ഞങ്ങൾ തല കുനിച്ച് കർത്താവേ ആരാധന മനോഭാവത്തോടെ ആ അനുഗ്രഹത്തെ, നിത്യമായ ജീവിതത്തിൽ സ്വീകരിപ്പാൻ സഹായിക്കണമേ. അബ്രഹാമിനെ പോലെ, സാറയെ പോലെ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തി കർത്താവിനെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനം ശ്രവിച്ച എല്ലാവരെയും യേശുവെ അങ്ങയുടെ നാമത്തിലടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിന്റെ മക്കളോട് കൂടിയിരിക്കട്ടെ. ഭയപ്പെടേണ്ട, എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തു ക്രിസ്തു യേശുവിന്റെ കരം നിന്റെ മക്കളെ ആമേൻ സ്തോത്രമപ്പ സ്പർശിച്ച് കർത്താവെ അനുഗ്രഹമായ വിധത്തിൽ അവരെ വഴി നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും യഥാസ്ഥാനപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, ആത്മബലം നൽകണമേ, സ്വർഗീയ കൃപ കൊണ്ട് പൊതിയണമേ. കർത്താവെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നിന്റെ മക്കൾ ബലമുള്ളവരാകട്ടെ, ശക്തിയുള്ളവരാക്കി തീർക്കണമേ അപ്പ. എല്ലാ അനുഗ്രഹിക്കപ്പെട്ട വിഭവങ്ങളാലും നിന്റെ മക്കളെ ദൈവം വഴി നടത്തണമേ അപ്പ. അതിശയങ്ങളെ കാണുമാറാക്കണമേ കർത്താവ്. ഞങ്ങളെ പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം. ഈ ഒരു മാസക്കാലം, ഈ മാർച്ച് മാസം അനുഗ്രഹത്തിന്റെ അത്ഭുതങ്ങളുടെ ഒരു മാസമാക്കി തീർക്കണമേ. കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാന, സന്തോഷം നിങ്ങളെ വരും ഇന്നും എന്നും സർവ്വദാ സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, തല ഉയർത്തി വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് പ്രവേശിക്കാം. നമുക്കായുള്ള അനുഗ്രഹം വരുന്നുണ്ട്. അത് നോക്കിക്കാണുവാൻ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. നമുക്ക് വീണ്ടും അടുത്ത ഞായറാഴ്ച കാണാം. ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.